ഹായ് ഫ്രണ്ട്സ്, ഡൊമൈൻ ഓഫ് ഫിസിക്സിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ +1 ഫോക്കസ് ഏരിയ ക്ലാസ് അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് അതുപോലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓസിലേഷൻസ്, വേവ്സ്, അങ്ങനെ മൊത്തം 4 ചാപ്റ്റേഴ്സ് നമ്മുടെ +1 ഫിസിക്സിലെ 4 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇനി അടുത്തായി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇനി നമ്മൾ ഓർഡറിലായിരിക്കും എടുത്തു പോവുക. ഒരുപാട് പേര് വേവ്സും ഓസിലേഷനും എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആദ്യം എടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ മുമ്പോട്ടേക്കുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഓർഡറിലായിരിക്കും എടുത്തു പോവുക. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ്. അപ്പോൾ അതുപോലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട. അതിനോടൊപ്പം ആ ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊന്നും മറക്കണ്ട. ഒരു കാര്യം കൂടെ, നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, ഒരു 15 days ചാലഞ്ച് എന്ന പേരിൽ നമ്മളൊരു കോഴ്സ് ചെയ്യുന്ന കാര്യം. അതായത് ഡൊമൈൻ ഓഫ് ഫിസിക്സ് എന്ന പേരിൽ നമ്മുടെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിരുന്നു. മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമ്മൾ 15 days ചലഞ്ച് എന്ന പേരിൽ നമ്മുടെ +1 ഫോക്കസ് ഏരിയ, +1 ഫിസിക്സിലെ ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ കവർ ചെയ്യത്തക്ക രീതിയിൽ നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതായത് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളൊരു 15 ദിവസം കൊണ്ട്, അതായത് വെറും 15 ദിവസം കൊണ്ട് +1 കംപ്ലീറ്റ് ഫോക്കസ് ഏരിയ പഠിച്ചു തീർക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള ഒരു കോഴ്സായിരുന്നു. ആ കോഴ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, റിവിഷൻ ക്ലാസ് ഒന്നുമല്ല. 15 days എന്ന് കേൾക്കുമ്പോൾ വെറും റിവിഷൻ ആണെന്ന് വിചാരിക്കരുത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്ററിൻ്റെയും ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് പറയത്തക്ക രീതിയിൽ, പഠിക്കത്തക്ക രീതിയിൽ, അതുപോലെ പ്രോബ്ലംസും പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത്തരത്തിൽ കംപ്ലീറ്റ് കാര്യങ്ങളും പഠിക്കും 15 ദിവസം കൊണ്ട്. അങ്ങനെ ഒരു കോഴ്സായിരുന്നു. അപ്പോൾ ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനകത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം അവിടെ സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ 15 days ചലഞ്ച് എന്ന പേരിൽ നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ്. ആ കോഴ്സ് നിങ്ങൾക്ക് കയറി കാണാം. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ്, അതായത് നമ്മുടെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററും യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് ആർക്കും വാച്ച് ചെയ്യാം. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പെയ്ഡ് ആണ്. നമ്മുടെ കംപ്ലീറ്റ് കോഴ്സിന്, അതായത് +1 കംപ്ലീറ്റ് ഫിസിക്സ് പഠിക്കുന്നതിന്, ഫോക്കസ് ഏരിയ ബേസിലുള്ള കംപ്ലീറ്റ് ക്ലാസ്സുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വെറും 200 rupees ആണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അതായത് 200 rupeesനാണ് +1 കംപ്ലീറ്റ് ഫിസിക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് കണ്ടതിന് ശേഷം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നമ്മൾ വെറുതെ റിവിഷൻ ആണോ അതോ കംപ്ലീറ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണോ ഡിസ്കസ് ചെയ്യുന്നതെന്നുള്ള കാര്യം. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനലിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിനെയും ഫോക്കസ് ചെയ്ത ക്ലാസ്സുകൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. മറ്റേ നമ്മുടെ 200 rupees കൊടുത്ത് ഇനി നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ചാനൽ വഴി ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയില്ല. കാരണം അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുൾ മാർക്ക് കിട്ടിയെന്ന്, അല്ലെങ്കിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം പരമാവധി എല്ലാ കാര്യങ്ങളും നമ്മൾ പറയും, പക്ഷേ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ കോഴ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും പറയുക. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പക്ഷേ പറഞ്ഞു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കോഴ്സിൽ ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ എന്തായാലും മറ്റു കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിലേക്ക് നേരെ പോകാം. 3ാമത്തെ ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയാണ്. അതായത് ഫോക്കസ് ഏരിയയിൽ തന്നിരിക്കുന്നത് 3.2, 3.3, 3.5 ആൻഡ് 3.6 എന്ന് പറയുന്ന ഹെഡിങ്ങുകളാണ്. 3.2 എന്ന് പറയുന്നത് പൊസിഷൻ, പാത്ത് ലെങ്ത്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗം. 2ാമത്തേത് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി. 3ാമത്തേത് ആക്സിലറേഷൻ. 4ാമത്തേത് കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത് ഗ്രാഫിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ കൈനമാറ്റിക് ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഒരുപാട് ചോദിക്കാറുണ്ട്. ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ഒരുപാട് ചോദിക്കാറുണ്ട്. അതായത് വളരെയധികം പ്രോബ്ലംസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ടെക്സ്റ്റിൽ ഒരിടത്ത് പോലും ഗ്രാഫുകളെ കുറിച്ച് പ്രത്യേകം ഒരു ഹെഡിങ് തന്നിട്ടില്ല. നമ്മൾ ഈ പറയുന്ന പൊസിഷൻ, ഒന്നാമത്തെ പൊസിഷൻ, പാത്ത് ലെങ്ത്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്തും, അതുപോലെ വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ, ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മുടെ ഗ്രാഫിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് സ്പ്രെഡായി കിടക്കുകയാണ് ചെയ്യുന്നത്. അതായത് പല ഭാഗത്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഗ്രാഫ് എന്ന പേരിൽ തന്നെ നമ്മളൊരു പോർഷൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ആദ്യത്തെ കുറച്ച് ബേസിക് കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. അതായത് ഫസ്റ്റ്
ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്ത് ലെങ്ത് എന്താണെന്ന് അറിയണം. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്ത് ലെങ്ത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കുക. ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡ് ആൻഡ് വെലോസിറ്റി ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് എന്നറിയാം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്നാണ്. അപ്പോൾ മോഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് മോഷൻ ആണ് എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ടൈമിനനുസരിച്ച് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യപ്പെടുമ്പോഴാണ്. ടൈമിനനുസരിച്ച് പൊസിഷൻ ചേഞ്ച് ചെയ്യപ്പെടുമ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് നമ്മൾ മോഷനിലാണെന്ന് പറയുന്നത്. അങ്ങനെ ടൈമിനനുസരിച്ച് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ പറയുന്നത് ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാണെന്നാണ്. അതായത് ഇഫ് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ദെൻ ഇറ്റ് ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ. ഇഫ് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ദെൻ ഇറ്റ് ഈസ് കാൾഡ് റെസ്റ്റ്. അത് റെസ്റ്റിലാണെന്നും പറയും. അപ്പോൾ എന്താണ് ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ? അപ്പോൾ പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ എൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എളുപ്പത്തിൽ പറയുക, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറയുക ഞാൻ റെസ്റ്റിലാണെന്നാണ്. കാരണം എൻ്റെ പൊസിഷന് ചേഞ്ച് വരുന്നില്ല. കാരണം ഞാൻ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയാൽ എൻ്റെ പൊസിഷന് ചേഞ്ച് ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ ഞാൻ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, ഇവിടെ തന്നെ നിൽക്കുന്നു. ദാറ്റ് മീൻസ് ഞാൻ റെസ്റ്റിലാണ്. പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ്. മോഷൻ ഈസ് റിലേറ്റീവ്. മോഷൻ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും മറ്റൊന്നുമായി കമ്പയർ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ അതൊരു ഒബ്ജക്റ്റിൻ്റെ മോഷനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ ആലോചിക്കുക. ഗ്രൗണ്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രൗണ്ടിനെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ റെസ്റ്റിലാണ്. കാരണം ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പൊസിഷന് ചേഞ്ച് വരുന്നില്ല. ഇനി ഇതേ ഞാൻ ഇരിക്കുന്നത് ഒരു ബസ്സിലാണെന്ന് കരുതുക. ആ ബസ് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബസ്സിനകത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് കരുതുക. അപ്പോൾ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തിലായും? റെസ്റ്റിലാണ്. കാരണം ബസ്സിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പൊസിഷൻ മാറുന്നില്ല. എന്നാൽ മറിച്ച് നമ്മൾ ഗ്രൗണ്ടുമായി കമ്പയർ ചെയ്ത് നോക്കിയാൽ ഗ്രൗണ്ടിന് റെഫറൻസ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഗ്രൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബസ് മൂവ് ചെയ്യുന്നതിനോടൊപ്പം ഞാനും മൂവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ റെസ്റ്റിലായിരുന്നു, എന്നാൽ ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തിലാണ്? മോഷനിലാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് പറയുന്നത് ഒരു റെഫറൻസ് പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു റെഫറൻസ് ഫ്രെയിം ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ മോഷനെ സ്ട്രേറ്റ് ലൈനിൽ നമുക്ക് ഒറ്റ ഡയറക്ഷൻ, അതായത് സിംഗിൾ ഡയറക്ഷനിലുള്ള മോഷനാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ആക്സിസ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എക്സ് ആക്സിസോ വൈ ആക്സിസ് അല്ലെങ്കിൽ ഇസഡ് ആക്സിസ്, ഏതെങ്കിലും ഒരു ആക്സിസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡയറക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാം? മോഷനെ സ്ട്രേറ്റ് ലൈനെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഈ ചാപ്റ്ററിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എക്സ് ഡയറക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് ആ ഒബ്ജക്ട് ട്രാവൽസ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബേസിക് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. അപ്പോൾ നമ്മൾ 2 പോയിന്റ്സ് ചൂസ് ചെയ്യാണ്. ഇപ്പോൾ ഇത് നമ്മുടെ വീടാണെന്ന് കരുതാം. ഓക്കെ, നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ സ്കൂളിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് കരുതാം. നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമുക്ക് നേരെ ആയിരിക്കില്ല പാത്ത്. എങ്ങനെയാണോ നമ്മുടെ വഴി, അതായത് നമ്മുടെ റോഡ് എങ്ങനെയാണോ അതേ റോഡിലൂടെ നമ്മൾ ട്രാവൽ ചെയ്ത് എവിടെ എത്തുന്നു? സ്കൂളിലെത്തുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ വീടും നമ്മുടെ സ്കൂളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂളും നമ്മുടെ വീടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. പക്ഷെ നമ്മൾ പോയ പാത്ത് ഇതല്ല. നമ്മൾ പോയ പാത്താണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പാത്തിൻ്റെ മെഷർമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാത്ത് ലെങ്ത് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ആക്ച്വൽ പാത്ത്. യഥാർത്ഥത്തിൽ നമ്മൾ ട്രാവൽ ചെയ്ത പാത്തിൻ്റെ മെഷർമെൻറ്റ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ് അഥവാ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി മറിച്ച് നമ്മുടെ വീടും ഇതാണ് നമ്മുടെ ഇനിഷ്യൽ പൊസിഷൻ, ഇത് നമ്മുടെ സ്കൂള്, നമ്മൾ ഫൈനലി നിൽക്കുന്ന പൊസിഷൻ. അപ്പോൾ ഈ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റിനെ പല രീതിയിൽ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ.
അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലുള്ള ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ്റെ ചേഞ്ച്, അതിനെയും നമുക്ക് എന്ന് വിളിക്കാം, ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കാം. ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ ഓർത്ത് വെച്ചിരിക്കുക. എക്സാമിന് ഡെഫിനിഷൻ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. ചിലപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കുകയാണെങ്കിൽ ഡെഫിനിഷൻ എഴുതേണ്ടി വരും. ഡിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ആക്ച്വൽ പാത്ത്. ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. രണ്ടുപേരും എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യത്യാസങ്ങളെന്നല്ല, ഇവയുടെ പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മീറ്റർ ആണ്. SI യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റർ ആണ്. നമ്മുടെ ഡിസ്റ്റൻസിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? മീറ്റർ തന്നെയാണ്. ഇനി മറ്റൊരു പ്രത്യേകത, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. എന്താണ് വെക്റ്റർ എന്നും എന്താണ് സ്കെയിലാർ എന്നൊക്കെ അറിയാം. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയുമാണ്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അല്ലെങ്കിൽ സീറോ ആകാം. ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആകാറുണ്ട്, നെഗറ്റീവ് ആകാറുണ്ട്, സീറോ ആകാറുണ്ട്. ഡിസ്റ്റൻസ് ആണ് എങ്കിൽ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. എല്ലായ്പ്പോഴും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഓർത്തു വെച്ചിരിക്കുക. ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവോ സീറോയോ ആകില്ല. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോ ആകാം. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് ചില സിറ്റുവേഷൻസിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ആയിട്ട് മാറും. അതായത് ഒരേ ഡയറക്ഷനിലാണ് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് എങ്കിൽ ഒരേ ഡയറക്ഷൻ മാറുന്നതേയില്ല. ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിട്ട് മാറും. അല്ലാത്ത എല്ലാ സിറ്റുവേഷനിലും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ കൂടുതലായിരിക്കും. അതായത് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് ഒരു ഡയറക്ഷനിലാണെങ്കിൽ ഡയറക്ഷൻ മാറുന്നില്ല, സെയിം ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത് എങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും ഈക്വൽ ആകും. പക്ഷേ ബാക്കിയുള്ള എല്ലാ സിറ്റുവേഷൻസിലും ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ കൂടുതലായിരിക്കും. ഒരിക്കലും ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ എന്ത് ചെയ്യില്ല, കുറയില്ല. ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്ത്, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആയിരിക്കും. ഇത് എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുക. പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പറയുന്ന ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടാൻ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ, അതായത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കുന്ന ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടെ ഞാനൊന്ന് പറയാം. അതും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് അതും കൂടെ നോക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കംപ്ലീറ്റ് കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്, നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് ഐഡിയാസും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു എക്സ് ഡയറക്ഷനാണ്, എക്സ് ആക്സിസ് ആണ് വരച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു നമുക്ക് എപ്പോഴും ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ പറയണമെങ്കിൽ ഒരു ഒറിജിൻ ആവശ്യമാണ്, റെഫറൻസ് പോയിന്റ് ആവശ്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റെഫറൻസ് പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയാം. നമ്മുടെ എക്സ് ആക്സിസ് ആണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇതെന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനാണ്, പോസിറ്റീവ് എക്സ് ആണ്. ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ആണ്. ഓക്കെ, പോസിറ്റീവ് എക്സും നെഗറ്റീവ് എക്സും. ഓക്കെ, പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, ഇത് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ ഒരാൾ ട്രാവൽ ചെയ്യുന്ന കേസ് നമ്മൾ പറയുന്നത്, അതായത് ഒരാൾ ഇതാ ഇവിടെ നിൽപ്പുണ്ടെന്ന് കരുതും. അപ്പോൾ ഇയാളുടെ മോഷനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് കേസിൽ അയാൾ ട്രാവൽ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് കരുതാം. അതായത് ഓയിൽ നിന്ന് എങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നു, പിയിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ദെൻ പിയിൽ നിന്ന് തിരിച്ച് ക്യൂവിലേക്ക് ട്രാവൽ ചെയ്യുന്നു എന്ന് കരുതാം. അതായത് ഒരാൾ ട്രാവൽ ചെയ്യുന്നത് ഇങ്ങനെ ആയിരുന്നു. ആദ്യം അയാൾ നിൽക്കുന്നത് ഓയിലാണ്. ഓ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് അയാൾ ട്രാവൽ ചെയ്ത് പിയിൽ പോകുന്നു. ദെൻ അവിടുന്ന് ട്രാവൽ ചെയ്ത് എങ്ങോട്ടേക്ക് വരികയാണ്, ക്യൂവിലേക്ക് വരികയാണ്. അപ്പോൾ ട്രാവൽ ചെയ്ത് തുടങ്ങുന്നത് ഓയിൽ നിന്നാണ്, ട്രാവൽ ചെയ്ത് ചെല്ലുന്നത് പിയിലേക്ക്, ദെൻ തിരിച്ച് എവിടെ വരുന്നു, ക്യൂവിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അയാളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, അയാൾ ട്രാവൽ ചെയ്തത് ഓയിൽ നിന്നാണ്. അപ്പോൾ ഓയിൽ നിന്ന് പിയിൽ പോയി. ഓയിൽ നിന്ന് പി വരെ അയാൾ ട്രാവൽ ചെയ്തപ്പോൾ അയാൾ പോയ ദൂരം 320, ഇവിടെ 0 ആയിരുന്നു. ഇവിടുന്ന് ഇവിടെ വരെ എത്രയായി, 320 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അപ്പോൾ 320. ഇപ്പോൾ അയാൾ പിയിൽ എത്തിയതേ ഉള്ളൂ. ഇനി പിയിൽ നിന്ന് അയാൾ ക്യൂവിലേക്ക് വരണം. അപ്പോൾ തിരിച്ചിതാ 320യിൽ നിന്ന് 200ലേക്ക് വരണം. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ 40,
80 120. ഇപ്പോൾ പ്ലസ് എത്രയും കൂടെ വരും, ഒരു 120 കൂടെ വരും. ദാറ്റ് മീൻസ് അയാളുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 440 മീറ്റർ ആയിരുന്നു. ഇതാണ് അയാളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അയാൾ പോയ പാത്തിൻ്റെ മെഷർമെൻറ്റ്. ഇവിടുന്ന് ഇവിടെ പോകുന്നു, തിരിച്ച് ഇവിടേക്ക് വരുന്നു. ഓക്കെ, ഇനി മറിച്ച് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രം. എന്താണ്? ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും നോക്കിയാൽ മതി. തുടക്കത്തിൽ അയാൾ നിന്നത് ഇവിടെയാണ്, ഫൈനലി അയാൾ നിൽക്കുന്നത് ക്യൂവിലാണ്. ഇനിഷ്യലി നിന്നത് ഓയിലാണ്, ഫൈനലി നിൽക്കുന്നത് എവിടെയാണ്? ക്യൂവിലാണ്. അപ്പോൾ ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ x1 എന്നുള്ളതിനെ എനിക്ക് 0 എന്ന് എടുക്കാം, ഈ x2 എന്നുള്ളതിനെ 200 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം x2 - x1 ആണ്. ദാറ്റ് ഈസ് 200 - 0, ദാറ്റ് ഈസ് 200 മീറ്റർ. അതായത് അയാൾ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് 200 മീറ്ററും അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 440 മീറ്ററുമാണ്. ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ മറ്റൊരു കേസിലേക്ക് വരാം. മറ്റൊരു കേസ് നമ്മൾ ഇങ്ങനെ പറയുന്നു, അയാൾ ട്രാവൽ ചെയ്ത് തുടങ്ങുന്നത് ക്യൂവിൽ നിന്നാണെന്ന് കരുതാം. ക്യൂവിൽ നിന്ന് ട്രാവൽ ചെയ്ത് അയാൾ എവിടെ എത്തുന്നു? പിയിലെത്തുന്നു. പിയിൽ നിന്ന് തിരിച്ച് ട്രാവൽ ചെയ്ത് ഓയിലേക്ക് വരുന്നു എന്ന് കരുതാം. അയാൾ ട്രാവൽ ചെയ്ത് തുടങ്ങുന്നത് ക്യൂവിൽ നിന്നാണ്. ക്യൂവിൽ നിന്ന് ട്രാവൽ ചെയ്ത് പിയിൽ ചെല്ലുന്നു. പിയിൽ നിന്ന് തിരിച്ച് എവിടേക്ക് വരുന്നു? ഓയിലേക്ക് വരുന്നു. അപ്പോൾ അയാളുടെ ഡിസ്റ്റൻസ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ക്യൂവിൽ നിന്ന് പിയിലേക്ക് പോകണം. ഇവിടുത്തെ ഡിഫറൻസ് 40 ആണ്. 40, 80, 120. അപ്പോൾ ക്യൂവിൽ നിന്ന് പിയിലെത്തിയപ്പോൾ അയാൾ എത്ര ദൂരം ട്രാവൽ ചെയ്തു? 120 മീറ്റർ ട്രാവൽ ചെയ്തു. ഇനി പിയിൽ നിന്ന് അയാൾക്ക് എവിടേക്ക് വരണം? ഓയിലേക്ക് വരണം. അപ്പോൾ അയാൾ ട്രാവൽ ചെയ്ത ദൂരം എത്രയാണ്? 320 മീറ്റർ ആണ്. അതായത് പി മുതൽ ഓ വരെയുള്ള ഡിസ്റ്റൻസ് 320 ആണ്. വീണ്ടും നമുക്ക് കിട്ടിയ വാല്യൂ 440 മീറ്റർ തന്നെ. 440 മീറ്റർ തന്നെ, മാറ്റമൊന്നുമില്ല. ഓക്കെ ആണല്ലോ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ന്, അല്ലെങ്കിൽ ചേഞ്ച് ആണ് എന്ന്. ഇവിടെ നോക്കുക, സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യൂവിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് ഇനിഷ്യൽ പൊസിഷൻ x1. വന്ന് നിൽക്കുന്നത് ഓയിലാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ പൊസിഷൻ x2. അപ്പോൾ നമ്മുടെ വാല്യൂ എഴുതുന്നത് എങ്ങനെയാണ്? x2 - x1 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു x2 - x1, ദാറ്റ് ഈസ് 0 - 200, 0 - 200, ദാറ്റ് ഈസ് -200 മീറ്റർ ആണ്. അവിടെ നമുക്ക് കിട്ടിയത് എന്താണ്? നെഗറ്റീവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറാറുണ്ട്. ഇനി മറിച്ച് മറ്റൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയുന്നു. അയാൾ ട്രാവൽ ചെയ്യുന്നത് ഓയിൽ നിന്ന് ക്യൂവിലേക്ക് മാത്രമാണെന്ന് കരുതുക. ഓയിൽ നിന്ന് എവിടേക്ക് ട്രാവൽ ചെയ്യുന്നു? ക്യൂവിലേക്ക് ട്രാവൽ ചെയ്യുന്നു. അവിടെ നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഓയിൽ നിന്ന് ക്യൂ വരെ, ദാറ്റ് ഈസ് 200 മീറ്റർ. ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് O ആണ്. അപ്പോൾ ഇത് ക്യൂ x1. ഫൈനൽ പൊസിഷൻ ക്യൂ ആണ്. അപ്പോൾ ഇത് x2, ദാറ്റ് ഈസ് x2 - x1, ദാറ്റ് ഈസ് 200 - 0, എത്ര തന്നെ? 200 മീറ്റർ തന്നെ. ഇവിടുത്തെ കേസിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എന്തായി? ഈക്വലായി. ബാക്കിയുള്ള കേസിലെല്ലാം ഡിസ്റ്റൻസ് എന്തായിരുന്നു? കൂടുതലായിരുന്നു. അതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആവാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആവാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി മറ്റൊരു കേസ് കൂടെ പറയുന്നു. ഓയിൽ നിന്ന് ട്രാവൽ ചെയ്ത് ക്യൂവിൽ പോകുന്നു, തിരിച്ച് ക്യൂവിൽ നിന്ന് ഓയിലേക്ക് വരുന്നു. അയാളുടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഓയിൽ നിന്ന് ക്യൂവിൽ പോയി 200, തിരിച്ച് ക്യൂവിൽ നിന്ന് ഓയിലേക്ക് വന്നു, വീണ്ടും 200, 200 പ്ലസ് 200, ദാറ്റ് മീൻസ് ടോട്ടൽ എന്ന് പറയുന്നത് 400 മീറ്റർ. അയാൾ ട്രാവൽ ചെയ്ത ദൂരം 400 മീറ്റർ. ഇനി മറിച്ച് അയാളുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിഷ്യൽ പൊസിഷൻ O ആണ്, ഫൈനൽ പൊസിഷൻ O ആണ്. ദാറ്റ് ഈസ് 0 - 0 എന്ത് തന്നെയാണ്? 0. അതായത് ഇനിഷ്യൽ പൊസിഷനും ഇത് തന്നെയാണ്, ഫൈനൽ പൊസിഷനും ഏത് തന്നെയാണ്? സെയിം പൊസിഷൻ തന്നെയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായി? 0 ആയി. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താകാം? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. പക്ഷേ ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ചിലപ്പോൾ ഈക്വൽ ആവും. സ്ട്രേറ്റ് ലൈൻ മോഷൻ്റെ കേസിൽ ഒരേ ഡയറക്ഷൻ മാറുന്നില്ല എങ്കിൽ, ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അയാളുടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചിരിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യനുകളൊക്കെ നമുക്ക് എന്തിനകത്ത് പഠിക്കാം? നമ്മുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി. അപ്പോൾ അതിന് വരുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ കാര്യം നോക്കാം. നമ്മൾ പണ്ട് പഠിച്ച കാര്യമാണ് എന്താണ് സ്പീഡ്, എന്താണ് വെലോസിറ്റി. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ടേക്ക് വരാം, ആവറേജ് സ്പീഡ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരാം. സ്പീഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പീഡ് എന്ന് പറയുന്നത്. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ പണ്ട് പഠിച്ച ഡെഫിനിഷനാണ് പറഞ്ഞത്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ഇവിടെ വെച്ച് നമുക്ക് രണ്ടുപേരുടെയും കുറച്ച് കമ്പാരിസൺസ് പറയാം. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി മറ്റൊരു പ്രത്യേകത, വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്ററാണ്, ദെർഫോർ വെലോസിറ്റിയും വെക്റ്ററാണ്. എന്നാൽ സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് പറയാം, വെലോസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അല്ലെങ്കിൽ എന്താകാം, സീറോ ആകാം. പക്ഷേ സ്പീഡ് എന്ന് പറയുന്നത് ആൾവേസ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കമ്പാരിസൺസ് എവിടെയും പറയാം, നമുക്ക് ഇവിടെയും പറയാം. അപ്പോൾ സ്പീഡിൻ്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം, വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഈ ഒരു കോൺസെപ്റ്റ് വിട്ടിട്ട് നമ്മൾ ഈ പറയുന്ന ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്. ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നമ്മൾ ഒരു യാത്ര പോകുന്നു എന്ന് കരുതുക. ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ള അതേ എക്സാമ്പിൾ തന്നെ. നമ്മളൊരു യാത്ര പോകുന്നു എന്ന് കരുതാം. അതായത് നമ്മൾ ട്രാവൽ ചെയ്ത് തുടങ്ങുന്നത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ്. നമ്മൾ എയിൽ നിന്ന് ട്രാവൽ ചെയ്ത് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. സ്ട്രേറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നത്, ഡയറക്ഷന് മാറ്റമൊന്നും ഇല്ല എങ്കിൽ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും സ്പീഡും വെലോസിറ്റിയും സെയിം ആയിരിക്കും. കാരണം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എന്തായിട്ട് മാറും, സെയിം ആയിട്ട് മാറും. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട, എങ്ങനെയോ ആയിക്കോട്ടെ, നമ്മളൊരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യണം. അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പോയ പാത്ത്, നമുക്ക് സ്പീഡ് വെച്ച് പറയാം. പാത്ത് എന്ന് പറയുന്നത് ഒരു 100 കിലോമീറ്റർ ആണെന്ന് കരുതുക. 100 കിലോമീറ്റർ. അതായത് നമ്മൾ ഇവിടുന്ന് രാവിലെ ഒരു യാത്ര തിരിക്കുകയാണ്. നമ്മളൊരു 100 കിലോമീറ്റർ അപ്പുറമുള്ളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ 100 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ, വെറുതെ പറയുന്നൊരു എക്സാമ്പിളാണ്, ഒരു 2 മണിക്കൂർ സമയമാണ് എടുക്കുന്നത് എന്ന് കരുതുക. ഈ 100 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് തീർക്കാൻ വേണ്ടി നമുക്ക് എത്ര സമയം എടുക്കുന്നു? 2 മണിക്കൂർ എടുക്കുന്നു. അതായത് നമ്മളൊരു ദിവസം രാവിലെ 10 മണിയായപ്പോൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. ഒരു 12 മണിയായപ്പോൾ നമ്മൾ 100 കിലോമീറ്റർ കവർ ചെയ്തു. അപ്പോൾ നമ്മൾ സ്പീഡ് കണ്ടുപിടിച്ചാൽ നമുക്ക് സ്പീഡിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത് 100 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 കിലോമീറ്റർ പെർ അവർ എന്നാണ് കിട്ടുക. 50 കിലോമീറ്റർ പെർ അവർ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ സ്പീഡ് 50 കിലോമീറ്റർ പെർ അവർ ആണ് എന്ന് പറയുന്നുവെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ, അതായത് നമ്മുടെ കാറിലാണ് പോകുന്നതെങ്കിൽ നമ്മുടെ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ നമ്മൾ ഈ 100 കിലോമീറ്റർ കവർ ചെയ്യുന്നത് വരെയും ഒരിക്കലും നമ്മുടെ കാറിൻ്റെ സ്പീഡോമീറ്റർ കാണിക്കുന്ന വാല്യൂ 50 കിലോമീറ്റർ എന്നായിരിക്കില്ല. അതിൻ്റെ വാല്യൂ ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടേയിരിക്കും. അതായത് ഓരോ ടൈമിലെയും സ്പീഡ് ഡിഫറൻ്റ് ആണ്. ചിലപ്പോൾ സ്പീഡ് കൂടും, ചിലപ്പോൾ സ്പീഡ് കുറയും, ചിലപ്പോൾ സ്പീഡ് നല്ലതുപോലെ കൂടും. അങ്ങനെ പല സ്പീഡ്, ഇപ്പോൾ നല്ല റോഡൊക്കെയാണ് നമ്മളൊരു 100 കിലോമീറ്റർ പെർ സ്പീഡിലൊക്കെ പോകും. പന്ന റോഡാണെങ്കിൽ ചിലപ്പോൾ 20 കിലോമീറ്റർ പെർ അവർ സ്പീഡിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ സ്പീഡ് പലതാണ്. പക്ഷേ നമുക്കിവിടെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് എന്താണ്? ഒരു 50 കിലോമീറ്റർ പെർ അവർ എന്നാണ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഈ 50 കിലോമീറ്റർ പെർ അവർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ടോട്ടൽ മോഷൻ നമ്മൾ നോക്കിയപ്പോൾ, നമ്മൾ 2 മണിക്കൂർ നേരമാണ് ട്രാവൽ ചെയ്തത്. ആ 2 മണിക്കൂർ എന്ന് പറയുന്ന ആ ഒരു ലാർജ് ടൈം മൊത്തത്തിൽ നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ നമ്മുടെ സ്പീഡാണ് നമുക്ക് 50 എന്ന് കിട്ടിയത്. അതുകൊണ്ടാണ് അതിനെ നിന്ന് വിളിക്കുക ആവറേജ് സ്പീഡ് എന്ന് വിളിക്കുക. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് ആവറേജ് വെലോസിറ്റിക്കും. അതായത് നമ്മളെടുക്കുന്ന ടൈം ഇൻ്റർവൽ വളരെ വലുതാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ആവറേജ് എന്നായിരിക്കും. കാരണം നമുക്ക് കിട്ടുന്നത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ, ഒരു പർട്ടിക്കുലർ ടൈമിലെ സ്പീഡ് ആയിരിക്കില്ല, നമ്മുടെ ഒരു ടോട്ടൽ മോഷൻ്റെ സ്പീഡാണ് കിട്ടുക. അതിനെ നമ്മൾ വിളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഇന്ന് വിളിക്കുന്നത് ആവറേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും എന്താണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആവറേജ് സ്പീഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ
ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആവറേജ് സ്പീഡ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓർത്തു വെച്ചിരിക്കുക. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലാർജ് ഇൻ്റർവെൽ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലാർജ് ഇൻ്റർവെൽ, ഒരു ലാർജ് ഇൻ്റർവെല്ലിലെ സ്പീഡും വെലോസിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ഇതെന്ന് വിളിക്കും ആവറേജ് സ്പീഡെന്നും ആവറേജ് വെലോസിറ്റി എന്നും വിളിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം, വളരെ സിമ്പിളാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊന്നാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. നമുക്കിതാണ് വേണ്ടത്, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത കാര്യമാണ്, എങ്കിലും നമ്മൾ അഡീഷണൽ ആയിട്ട് പറയുന്നു. എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു ലാർജ് ടൈം ഇൻ്റർവെൽ ആണ് എങ്കിൽ ആ ഒരു ലാർജ് ടൈം ഇൻ്റർവെല്ലിനെ നമ്മളങ്ങ് ചെറുതാക്കുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ ആലോചിക്കാം. 10 മണിക്ക് നമ്മൾ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കരുതുക. 10 മണിക്ക് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു 11 മണി, എക്സാക്റ്റ് 11 മണി ആയപ്പോൾ നമ്മൾ എന്ത് നോക്കുന്നു എന്ന് കരുതുക, നമ്മുടെ സ്പീഡോമീറ്ററിലേക്ക് നോക്കുകയാണ്. അപ്പോൾ സ്പീഡോമീറ്റർ ഒരു റീഡിങ് കാണിക്കും. ആ റീഡിംഗ് ആണ് ആ ടൈമിലെ സ്പീഡ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് വിളിക്കും. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഡയറക്ഷനും കൂടെ ചേർത്ത് പറഞ്ഞാൽ അതിനെ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് വിളിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ, ഒരു പർട്ടിക്കുലർ ടൈമിലെ സ്പീഡിനെ അല്ലെങ്കിൽ വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മാൾ ടൈം ഇൻ്റർവെൽ ആണ്. ടൈം ഇൻ്റർവെൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ടൈം ഇൻ്റർവെൽ വേണം. കാരണം നമുക്ക് ഡിവൈഡഡ് ബൈ ടൈം വരുന്നുണ്ട്. ആ ടൈം 0 ആക്കാൻ പറ്റില്ല. അപ്പോൾ ടൈം ഇൻ്റർവെൽ ഉണ്ട്, പക്ഷേ ആ ടൈം ഇൻ്റർവെൽ എന്താണ്, വളരെ 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 ചെറുതാണ്. ദാറ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് v ഈസ് ഈക്വൽ ടു, ഇക്വേഷനിൽ വയ്ക്കാൻ വരാതെ നിൽക്കട്ടെ, അതിന് വിട്ട് ആവറേജ് വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞു, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം x2 - x1 ഡിവൈഡഡ് ബൈ t2 - t1. അതായത് T1 എന്ന് പറയുന്ന സമയത്ത് അത് നിന്ന പൊസിഷൻ x1 ആയിരുന്നു, T2 എന്ന് പറയുന്ന സമയത്ത് അത് നിന്ന പൊസിഷൻ x2 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു x2 - x1 ഡിവൈഡ് ബൈ T2 - T1. വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, Δx ഡിവൈഡഡ് ബൈ Δt. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ കാര്യം തന്നെ കണ്ടുപിടിക്കുന്നത്, Δx ബൈ Δt തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഒരു ചെറിയ കണ്ടീഷൻ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യും. ഈ Δt എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഇവിടുത്തെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കിയാൽ Δt എന്ന് പറയുന്നത് 2 hours ആയിരുന്നു, വളരെ വലുതായിരുന്നു. ഇവിടെ ഈ Δt എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അതിനെ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, ലിമിറ്റ് Δt ടെൻസ് ടു 0. Δtയുടെ വാല്യൂ 0യിലേക്ക് അടുക്കുന്നു എന്ന് പറഞ്ഞാൽ 0 ആകുന്നില്ല, 0യിലേക്ക് അടുക്കുന്നു. കാരണം 0 ആയിക്കഴിഞ്ഞാൽ ഈ വാല്യൂവിന് അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 0 എന്ന് വരുന്നൊരു സംഭവം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഡിനോമിനേറ്ററിൽ 0 വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ടൈം ഇൻ്റർവെൽ മാക്സിമം ചെറുതാകുമെന്നാൽ 0 അല്ല, 0യിലേക്ക് അടുക്കുന്നു. ദാറ്റ് ഈസ് v ഈസ് ഈക്വൽ ടു dx ബൈ dt. ഇതിനെ നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ ഇതിനെ എഴുതുന്ന രീതിയാണ് dx ബൈ dt. നിങ്ങൾ മാത്സിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഈ ഒരു കാര്യം പഠിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത കാര്യമാണ്, ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞത് ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ എന്താണ്, ടോട്ടൽ ടൈം ആണ്. ആവറേജ് സ്പീഡ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, ആവറേജ് വെലോസിറ്റി ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിലും അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കും. അപ്പോൾ ആ പ്രോബ്ലംസ് പല ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടി ചെയ്യാം. അതായത് ഇക്വേഷൻസ് കാണാതെ പഠിച്ചു വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ആ ഇക്വേഷൻസ് ഉപയോഗിക്കാതെയും ചെയ്യാം. രണ്ട് രീതിയിലും പറഞ്ഞു തരാം. ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ സ്പീഡും വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞു. ഈ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡയറക്റ്റായിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്, അല്ലാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട്. നമുക്ക് അത്തരത്തിലുള്ള 1-2 ക്വസ്റ്റ്യൻസുകൾ നോക്കാം. അതായത് കുറച്ച് സിറ്റുവേഷൻസ് ആണ്. അതായത് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് കരുതാം. അതായത് ആദ്യത്തെ T1 സമയം അതൊരു V1 സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു എന്ന് കരുതാം. ആദ്യത്തെ ഒരു T1 സമയം ഒരു വസ്തു ട്രാവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബോഡി ട്രാവൽ ചെയ്യുന്നത് V1 സ്പീഡിലാണ്. അതുപോലെ
T2 സമയം ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് V2 സ്പീഡിലാണെന്ന് കരുതാം. ആദ്യ T1 സമയം, ഒരു T1 സമയം ഒരു ഒബ്ജക്റ്റ് V1 സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു, T2 സമയം V2 സ്പീഡിലും ട്രാവൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത് V1 T1 പ്ലസ് V2 T2 ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2 ആയിരിക്കും. V1 T1 പ്ലസ് V2 T2 ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2. അതായത് ഒരു ഒബ്ജക്റ്റ് കുറച്ച് നേരം ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ, പർട്ടിക്കുലർ സ്പീഡിൽ കുറച്ച് സമയം ട്രാവൽ ചെയ്യുന്നു, അത് കഴിഞ്ഞ് മറ്റൊരു സ്പീഡിൽ അടുത്ത കുറച്ച് സമയം ട്രാവൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് V1 T1 പ്ലസ് V2 T2 ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2. അത് വന്ന എങ്ങനെയാണെന്നുള്ളതിലേക്ക് ഞാൻ പോകുന്നില്ല, നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, കാരണം എക്സാമിന് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മറ്റൊരു കേസ് ഞാൻ പറയുന്നു, ഒരു ഒബ്ജക്റ്റ് T സമയം V1 സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു, അടുത്ത T സമയവും V2 സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു എന്ന് കരുതാം. അതായത് അവിടെ രണ്ട് ഡിഫറൻറ്റ് സ്പീഡാണ്, പക്ഷേ സമയം എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V1 പ്ലസ് V2 ഡിവൈഡഡ് ബൈ 2 ആണ്. നമ്മൾ സാധാ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ T1ഉം T2 എന്തായിട്ട് മാറും, ഈക്വൽ ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ V1 പ്ലസ് V2 ഡിവൈഡഡ് ബൈ 2 എന്നാവും. അടുത്ത കേസ് എന്ന് പറയുന്നത് S1 ദൂരം V1 സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു, S2 ദൂരം V2 സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു. നേരത്തെ സമയമായിരുന്നു തരുന്നത്, ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് സ്പീഡും അതുപോലെ ഡിസ്റ്റൻസും ആണ്. അപ്പോൾ S1 ദൂരം അല്ലെങ്കിൽ S1 ഡിസ്റ്റൻസ് V1 സ്പീഡിൽ പോകുന്നു, S2 ഡിസ്റ്റൻസ് V2 സ്പീഡിൽ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് S1 പ്ലസ് S2 ഡിവൈഡഡ് ബൈ S1 ബൈ V1 പ്ലസ് S2 ബൈ V2 എന്നായിരിക്കും. S1 പ്ലസ് S2 ഡിവൈഡഡ് ബൈ S1 ബൈ V1 പ്ലസ് S2 ബൈ V2. അടുത്ത കേസിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് V1 സ്പീഡിൽ പോകുന്നു, അതേ ഡിസ്റ്റൻസ് തന്നെ വീണ്ടും എത്ര സ്പീഡിൽ പോകുന്നു, V2 സ്പീഡിൽ പോകുന്നു. ദാറ്റ് മീൻസ് ഇവിടെ തന്നിരിക്കുന്നത് ഡിസ്റ്റൻസ് സെയിം ആണ്, അതായത് രണ്ട് ഡിഫറൻറ്റ് സ്പീഡിലാണ് പോകുന്നത്, പക്ഷേ അവയുടെ ഡിസ്റ്റൻസ് എന്താണ്, സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കേസിൽ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ 2V1 V2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2 എന്നായിരിക്കും. 2V1 V2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2. അപ്പോൾ ആവറേജ് സ്പീഡിൻ്റെയും ആവറേജ് വെലോസിറ്റിയുടെയൊക്കെ ഭാഗത്ത് നിന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ച് ഇക്വേഷൻസ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യനുകളുണ്ട്. നമുക്ക് ആ പ്രോബ്ലംസ് ഒന്ന് ചെയ്യാം. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മനസ്സിലാവും. പ്രീവിയസ് എക്സാമിന് ചോദിച്ച 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത അതേ ടൈപ്പിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എ ബോഡി ട്രാവൽസ് ഫ്രം A to B വിത്ത് എ സ്പീഡ് ഓഫ് 40 km/h ആൻഡ് റിട്ടേൺസ് ടു A വിത്ത് എ സ്പീഡ് ഓഫ് 60 km/h. കാൽക്കുലേറ്റ് ദി ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഒരു ഒബ്ജക്റ്റ് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി പോകുന്നു, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് മറ്റൊരു വെലോസിറ്റിയിൽ വരുന്നു. നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് നോക്കുക. നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒന്ന് V1 സ്പീഡിൽ T1 സമയം ആൻഡ് V2 സ്പീഡിൽ T2 സമയം. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ V ആവറേജ് എന്ന് പറയുന്നത് V1 T1 പ്ലസ് V2 T2 ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2 ആയിരുന്നു. ഇത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് V1 സ്പീഡിൽ T സമയം, V2 സ്പീഡിലും T സമയം. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V1 പ്ലസ് V2 ബൈ 2. മൂന്നാമത്തെ കേസ് V1 സ്പീഡിൽ S1 ഡിസ്റ്റൻസ്, V2 സ്പീഡിൽ S2 ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു S1 പ്ലസ് S2 ഡിവൈഡഡ് ബൈ S1 ബൈ V1 പ്ലസ് S2 ബൈ V2. മൂന്നാമത്തെ കേസ് V1 സ്പീഡിൽ S ഡിസ്റ്റൻസ്, V2 സ്പീഡിൽ S ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് 2V1 V2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2. ഇത്രയായിരുന്നു നമുക്കറിയാവുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി ജനറൽ ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ് ആവറേജ് സ്പീഡ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈമാണ് ആവറേജ് വെലോസിറ്റി. അപ്പോൾ ഇത് ഏത് ഇനത്ത് വരുമെന്ന് നോക്കാം, അല്ലെങ്കിൽ ഏത് ഭാഗത്ത് വരുന്നതാണെന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഒബ്ജക്റ്റ് എയിൽ നിന്ന് ട്രാവൽ ചെയ്ത് ബിയിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത സ്പീഡ് തന്നിട്ടുണ്ട് 40 km/h എന്ന് തന്നിട്ടുണ്ട്. തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് ട്രാവൽ ചെയ്യുന്നു വിത്ത് എ സ്പീഡ് 60 km/h.
അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഫസ്റ്റ് കേസിൽ എയിൽ നിന്ന് ബിയിലേക്ക് ദെൻ ബിയിൽ നിന്ന് എയിലേക്ക്, അതായത് 40 കിലോമീറ്റർ സ്പീഡിൽ പോയത് എ മുതൽ ബി വരെ, 60 കിലോമീറ്റർ സ്പീഡിൽ പോയത് ബി മുതൽ എ വരെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആണ്. അതായത് 40 കിലോമീറ്ററിൽ പോയ ഡിസ്റ്റൻസും 60 കിലോമീറ്ററിൽ പോയ ഡിസ്റ്റൻസും സെയിം ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് സിറ്റുവേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും V1 is equal to 40 km/h ആൻഡ് V2 is equal to 60 km/h. ഇവിടെ സ്പീഡ് ഡിസ്റ്റൻസ് സെയിം ആണ്. therefore ആവറേജ് സ്പീഡ് 2V1 V2 divided by V1 plus V2 ആണ്. that is 2 into 40 into 60 divided by 40 plus 60. that is equal to 4800 divided by 100. that is equal to 48 km/h. ഇത് ആവറേജ് സ്പീഡാണ്. ഇനി നമുക്ക് ആവറേജ് വെലോസിറ്റിയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് സ്പീഡും എന്നും കാൽക്കുലേറ്റ് ചെയ്യണം, ആവറേജ് വെലോസിറ്റിയും. അങ്ങനെയാണ് എങ്കിൽ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം എയിൽ നിന്നാണ് ട്രാവൽ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ എ ആണ്. എയിൽ നിന്ന് ബിയിൽ ചെല്ലുന്നു, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വരുന്നു. അപ്പോൾ ഫൈനൽ പൊസിഷനും എ തന്നെയാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. therefore ആവറേജ് വെലോസിറ്റിയും എന്ത് തന്നെ ആയിരിക്കും? 0 തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: A car moves with a speed of 30 km/h for 3 hours and then moves with a speed of 40 km/h for 2 hours. What is the magnitude of average velocity? ഇവിടെ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് സ്ട്രേറ്റ് ലൈനിലാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രേറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും സ്പീഡിൻ്റെ വാല്യൂം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ആവറേജ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് എന്ത് കണ്ടുപിടിക്കാനാണ്? ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം V1 സ്പീഡ് അത് എത്ര തന്നിട്ടുണ്ട്? 30 km/h. അതിനെടുത്ത സമയം തന്നിട്ടുണ്ട് T1 is equal to 3 hours. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്പീഡ് 40 km/h സ്പീഡിൽ എത്ര നേരം പോയി? T2 തന്നിട്ടുണ്ട് 2 hours. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ദാറ്റ് ഈസ് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു V1 T1 plus V2 T2 divided by T1 plus T2. that is equal to V1ൻ്റെ വാല്യൂ അറിയാം 30 into 3 plus 40 into 2 divided by 3 plus 2. that is equal to 90 plus 80 divided by 5. that is 90 plus 80, that is 170 divided by 5. that is equal to 170 divided by 5 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 3 15 2 20 4 20 34 km/h. ഓക്കെ, പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുക? ചോദിക്കാം. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കി വെച്ചിരിക്കുക. കാരണം ഫോക്കസ് ഏരിയയിൽ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആക്സിലറേഷനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ആക്സിലറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആക്സിലറേഷൻ. എന്താണ് ആക്സിലറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആക്സിലറേഷൻ. അതായത് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച്, ഒരു സെക്കൻഡിൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. നമ്മൾ നേരത്തെ വെലോസിറ്റിയുടെയും സ്പീഡിൻ്റെയും കാര്യം പറഞ്ഞതുപോലെ തന്നെ ആക്സിലറേഷൻ്റെ കേസിലും 2 കാര്യങ്ങൾ പഠിക്കണം. ഒന്നെന്ന് പറയുന്നത് ആവറേജ് ആക്സിലറേഷൻ. ആവറേജ് ആക്സിലറേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി, ദാറ്റ് ഈസ് V2 minus V1 divided by T2 minus T1. അതായത് T1ലെ വെലോസിറ്റി എന്ന് പറയുന്നത് V1 ആയിരുന്നു, T2 ടൈമിലെ വെലോസിറ്റി എത്രയുമാണ്? V2 ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ΔV by ΔT ആണ്. സിമ്പിൾ. ഇനി ഇവിടെയും ഉണ്ട് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. that is equal to
ആക്സിലറേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ കൊണ്ടാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടൈം ഇൻ്റർവൽ എന്താകണം, ചെറുതാകണം. അപ്പോൾ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. അതായത് ടൈം ഇൻഫൈനൈറ്റ്ലി സ്മാൾ ആകുമ്പോൾ, ടൈം വളരെ വളരെ ചെറുതാകുമ്പോഴുള്ള ആവറേജ് ആക്സിലറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ആവറേജ് ആക്സിലറേഷൻ ആണ്. എപ്പോഴത്തെ ആവറേജ് ആക്സിലറേഷൻ? ടൈം വളരെ ചെറുതാകുമ്പോൾ. ദ ആവറേജ് ആക്സിലറേഷൻ അറ്റ് ദ ടൈം ഈസ് ടൈം ഇൻ്റർവൽ ഈസ് ഇൻഫൈനൈറ്റിസ്മലി സ്മാൾ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ, ദാറ്റ് ഈസ് ഡി വി ബൈ ഡി ടി. ഇനി ആക്സിലറേഷൻ്റെ യൂണിറ്റ് നമുക്കറിയാം. ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആൻഡ് ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. അതിന് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ആക്സിലറേഷൻ വരെയുള്ള ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്കിനി എടുക്കാനുള്ളത് യഥാർത്ഥത്തിൽ കൈനമാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിന് മുമ്പിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് ഗ്രാഫുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങളൂടെ പഠിക്കണം. അപ്പോൾ ഗ്രാഫുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് കൈനമാറ്റിക് ഇക്വേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വരെയും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വളരെ വിശാലമായിട്ട് ഒരു 15 ദിവസം കൊണ്ട് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ കോഴ്സ് കാണാം. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ രീതി എന്നുള്ളത്. ക്ലാസ് കണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഓൾറെഡി ഒരുപാട് പേര് ജോയിൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോളാം, ജോയിൻ ചെയ്തോളാം. എന്തായാലും ജോയിൻ ചെയ്താലും ജോയിൻ ചെയ്തില്ലെങ്കിലും നമ്മുടെ ചാനലിൽ നമ്മൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം കോഴ്സിൽ പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. അത്രയും ചെറിയൊരു ഫീ ആയിട്ട് പോലും പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്ത് തന്ന ബെല്ലേക്ക് കൂടെ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. +1 മാത്രമല്ല, +1 കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനി അടുത്ത +2 എത്തുമ്പോഴും നമ്മുടെ ഈ ചാനലിലെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും, ഉറപ്പാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും. എല്ലാവർക്കും ഗുഡ് ബൈ.